ആദിവാസി നേതാവായുള്ള CK ജാനു അതുപോലെ തന്നെ PV അൻവർ രണ്ടുപേരും ഇപ്പോൾ UDF കാൻഡിഡേറ്റ് മെമ്പേഴ്സായിട്ട് അവർക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് അതുപോലെ തന്നെ UDF കൺവീനർ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഒക്കെ ഇവരെ ചേർത്ത് പിടിക്കുന്ന ചില ദൃശ്യങ്ങൾ കണ്ടു. അപ്പോൾ കാൻഡിഡേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു UDF ഘടകകക്ഷിയായിട്ട് തെരഞ്ഞെടുപ്പിൽ എത്തും അല്ലെ എത്താനുള്ള സാധ്യത ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമായ റിസൾട്ടാണ് ഉണ്ടാക്കുക എന്നാണ് എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ തോന്നിയത്. ഒന്ന് PV അൻവറാണ്, ഒരു അഭയാർത്ഥിയായി ചെന്നതാണ്. അൻവറിന് ഒരു രക്ഷയില്ല. അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ചത് UDF ആണ്. പ്രത്യേകിച്ച് VD സതീശനെ പോലെ ഒരു നേതാവാണ് അത് സമർത്ഥമായിട്ട് ചെയ്തത്. ഇപ്പോൾ ഇനി അൻവറിന് എവിടെയും നോവേർ എവിടെയും പിടിച്ചു നിൽക്കാനില്ല, ഒരഭയവുമില്ല. പലതരത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളും വാതിലും മുട്ടി നോക്കിയതാണ്, ഒരു രക്ഷയില്ല. ഇപ്പൊ TMCയിൽ പോലും അദ്ദേഹം ആ പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന കമ്മിറ്റിയും അഖിലേന്ത്യാ കമ്മിറ്റിയും പറയുന്നത് ഇദ്ദേഹവും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന്. അതുകൊണ്ട് അൻവറിനൊരു അഭയാർത്ഥിയായി ചെന്നതാണ്. അൻവറിന് ഇനി എന്ത് ഭാവി എന്നുള്ളത് അപ്പോൾ ആകെ പറയുന്നത് അൻവർ ചോദിച്ചത് ഒരു സീറ്റ് എവിടെയെങ്കിലും ജയിച്ചു കയറാനാണ്. അപ്പോൾ അതിന് കൊടുക്കുന്നത് കാലാകാലവും ചൂലിനെ നിർത്തിയാൽ CPM ജയിക്കുന്ന ബേപ്പൂർ സീറ്റിൽ അദ്ദേഹത്തെ നിർത്തി ജയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ. ഇനി അഥവാ സാധിച്ചില്ലെങ്കിൽ പട്ടാമ്പി പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ. പട്ടാമ്പി കൊടുക്കാൻ യാതൊരു സാധ്യതയില്ല. റിയാസ് മുക്കോളി ഇപ്പൊ തന്നെ അവിടെ ഏതാണ്ട് പേര് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CP മുഹമ്മദിന്റെ പഴയ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ സീറ്റുമാണ്. അതൊന്നും അൻവറിന് ഇപ്പോൾ കൊടുക്കും തോന്നില്ല. ഓക്കെ, അൻവറിന് എന്തായാലും അദ്ദേഹത്തിന്റെ എന്താ പറയുക ഭാഗ്യത്തിന് വിടാം. ഇനി അത്രയേ ഉള്ളൂ. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വയലന്റ് ആയ ഒരു ഫാക്ടറായിരുന്നു അൻവർ. അത് തീർന്നു കിട്ടി എന്നുള്ളത് നന്നായി. ഏതെങ്കിലും പാർട്ടിയുടെ കൂടെ നിന്നാലും ഒരു അച്ചടക്കമുള്ള ഒരാളായിട്ടെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. ജാനുവിന്റെ കേസ് അങ്ങനെയല്ല. ജാനു വന്നത് ഞാൻ അതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്ന ഗുണം രണ്ട് തരത്തിലാണ്. ഒന്ന്, ആദിവാസികളുടെ ഇപ്പോൾ PK ജയലക്ഷ്മിക്ക് ശേഷം മീൻസ് കോൺഗ്രസ്സിൽ ആദിവാസി ഭാഗത്ത് നിന്ന് ഒരു പേര് പോലും പറയാനില്ല, പ്രത്യേകിച്ച് വനിതകളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ഈ വയനാട്ടിലും അത് നമ്മുടെ സഹ്യപർവ്വത മേഖലയിലും ഒക്കെ ആദിവാസി മേഖലയ്ക്ക് നല്ല പ്രാതിനിധ്യം ആവശ്യമുള്ളൊരു സമയമാണ് UDF അത് ഒട്ടുമില്ല. മാത്രമല്ല സ്വയംകൃത അനർത്ഥങ്ങൾ കൊണ്ട് ഇടതുപക്ഷത്താണെങ്കിൽ അവർക്ക് നാമമാത്ര പ്രാതിനിധ്യം പോലും ഇല്ലാത്തൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് UDF ആദിവാസികളുടെ ഒരു പങ്ക് എന്ന നിലയിൽ തന്നെ ഗുണം ചെയ്യും. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഈ NDAയിൽ നിന്ന് ഒരു ഘടകകക്ഷി എത്ര ചെറുതാണെങ്കിലും NDA വിട്ടൊരു ഘടകകക്ഷി നേരിട്ട് UDFിലേക്ക് വരികയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലും അതൊരു ഗുണം ചെയ്യുന്നതാണ്. കാരണം ക്രിസ്ത്യാനി ഉൾപ്പെടെയുള്ളവരെ ഈ സംഘപരിവാറിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി BJP ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫോൾഡിൽ ഉണ്ടായിരുന്ന ഒരാളെ, അവരോടൊപ്പം ഒട്ടി നിന്ന ഒരാളെ, നിവൃത്തികേട് കൊണ്ടാണെങ്കിലും അവരുടെ സ്വന്തം സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ക്ഷേമത്തിന് വേണ്ടി വിശ്വസിച്ച് അവരുടെ കൂടെ നിന്ന ഒരാളെ അവർ നഷ്ടപ്പെടുത്തുകയും എന്നിട്ട് അവർ UDFിലേക്ക് വരികയും ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും ഏതാണ്ട് ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് അധികാരത്തോട് അടുത്ത് നിൽക്കുന്ന UDFന് വലിയൊരു തരത്തിൽ ഗുണം ചെയ്യുന്നൊരു തീരുമാനമാണ് ജാനുവിൻ്റെ കാര്യത്തിൽ എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രണ്ട് തരത്തിലാണ് അതിനെ രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുന്നത്. മറ്റു തലങ്ങൾ, അതിൻ്റെ സാംസ്കാരികവും അതിൻ്റെ മറ്റു വശങ്ങളൊക്കെ CR പറയും. അല്ല, ഒന്നാമത്തെ കാര്യം, അൻവർ, ഞാൻ എന്നും അൻവറുമായിട്ട് പോരാടിയിരുന്ന ഒരാളാണ്. അൻവറിൻ്റെ എതിർപക്ഷത്ത് നിന്ന ഒരാളാണ് അൻവർ CPM നിൽക്കുമ്പോഴൊക്കെ. കാരണം അത് അൻവർ വ്യക്തിയല്ല, അൻവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ തടയണം, അതുപോലെയുള്ള പ്രശ്നങ്ങൾ. ഞാനവിടെ പോയി അൻവറിൻ്റെ ഗുണ്ടകൾ ഞങ്ങളെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. ഞാനും നമ്മുടെ കാരശ്ശേരി മാഷടക്കം പോകുമ്പോൾ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പോട്ടെ, അജിതാവൊക്കെ ഉണ്ടായിരുന്നു. അതൊരു പഴയ കഥ, ഞാനിപ്പോൾ അത് പറയുന്നില്ല. അൻവർ ഈ പറഞ്ഞതുപോലെ നിലമ്പൂർ മത്സരിച്ചു, അത് കഴിഞ്ഞ് കുറേ വോട്ട് പിടിച്ചില്ല എന്ന് പറയുന്നില്ല. ഞാൻ കണക്കാക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിരുദ്ധ വികാരം മലബാറിൽ ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അൻവർ. അയാൾ അറിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും. കാരണം കേരളത്തിലെ പോലീസിലെ സംഘീവൽക്കരണം തുടങ്ങി നിരവധി കാര്യങ്ങൾ, അത് ശരിയോ തെറ്റോ എന്നൊക്കെയുള്ളത് വേറെ ചർച്ചയാണ്. അയാൾ പറഞ്ഞിട്ടുണ്ട്, അത് വളരെ കൃത്യമായി കൊണ്ടിട്ടുണ്ട്. അതാണ് മലപ്പുറത്ത് മൊത്തം UDF ജയിക്കുന്നതും നിലമ്പൂർ പോലെയുള്ള മേഖല, ഇടവണ്ണ പോലെയുള്ള പഞ്ചായത്തുകളിൽ പോലും ഇവരെ വളരെ ശക്തമായ അധികാരം സ്ഥാപിക്കുന്നത്. മലപ്പുറം ജില്ല ഏതാണ്ട് തൂത്തുവാരിയ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവില്ലയോ എന്നൊക്കെ UDF തീരുമാനിക്കട്ടെ, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അവർക്കൊരു അസോസിയേറ്റ് മെമ്പർ എടുക്കട്ടെ. ജാനുവിൻ്റെ കാര്യം AP പറഞ്ഞ വ്യത്യസ്തമാണ്. കേരളത്തിൽ ആദിവാസികൾക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ഒരു നേതാവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ചരിത്രത്തിൽ CK ജാനുവിൻ്റെ പേരേ ഉള്ളൂ നമുക്ക്.
ഇതുവരെ അവർക്കൊരു നേതാവ് ഇല്ലായിരുന്നു. ഇല്ല, അതാണ്. സ്ത്രീ എന്ന നിലയിലാണോ? സ്ത്രീ എന്ന നിലയിൽ ആദിവാസി നേതാവ്. ആരാ ആദിവാസി നേതാവ് കേരളത്തിലുള്ളതെന്ന് പറയൂ, ഓർക്കുള്ളൂ. അല്ലല്ലോ, ലീഡർ എന്ന് പറയാം. ലീഡറില്ല. മാത്രമല്ല, അവർക്ക് വേണ്ടി സമരം ചെയ്തു, അടികൊണ്ടു, ജയിലിൽ കിടന്നു, കിട്ടാവുന്ന മുഴുവൻ എതിർപ്പുകൾ ഏറ്റുവാങ്ങി, വലതുപക്ഷത്തു നിന്നും ഇടതുപക്ഷത്തു നിന്നും കന്നഡി വെടിവയ്പ്പിലുണ്ടായി. അത് കഴിഞ്ഞ് അവർക്ക് UDF സർക്കാർ ഭൂമി കൊടുത്തു. ജാനു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, UDF സർക്കാർ ഭൂമി കൊടുത്തപ്പോൾ ഭൂമി പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ആർളം ഫാമിലൊക്കെ CPMന്റെ അതിശക്തമായ സംഘർഷം ഉണ്ടാക്കുകയും ആദിവാസി ക്ഷേമസമിതി ഉണ്ടാക്കുകയും, ജാനു സമരം തുടങ്ങിയതിനു ശേഷം ആദിവാസി ക്ഷേമസമിതി നമ്മൾ ആലോചിക്കണം. CPM പോലെ ഒരു പാർട്ടിക്ക് അതിനു മുമ്പ് ആദിവാസി ക്ഷേമസമിതി ഇല്ല. അപ്പോൾ CPMനെ പോലും ആ അർത്ഥത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ജാനു മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുമോ കിട്ടില്ലയോ തർക്കമുണ്ടോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, സീറ്റ് കൊടുക്കുമോ അല്ലേ, അതൊക്കെ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായ ഒരു സാമൂഹ്യ ഘടകമുണ്ട് അതിനകത്ത്. ആ സാമൂഹ്യ ഘടകം എന്താ? ഇപ്പം കേരളത്തിൽ ഇത്രയും കാലമായിട്ട് നമ്മളൊക്കെ രാഷ്ട്രീയം പഠിച്ചുകൊണ്ടിരിക്കുക. UDFിലോ LDFിലോ ഒരു ദളിത് അല്ലെങ്കിൽ ആദിവാസി വനിത നേതാവായ ഒരു പാർട്ടി പറയാം. ഇപ്പം ജാനുവിൻ്റെ പാർട്ടി ജാനു തന്നെയാണല്ലോ ലീഡർ, തർക്കമില്ലല്ലോ. മറ്റ് പാർട്ടികളിലൊക്കെ അവിടെ എവിടെയൊക്കെ ഓരോരുത്തരുണ്ടോ, ജയലക്ഷ്മി ഉണ്ടാവും, അല്ലെങ്കിൽ വാർക്കുകളുണ്ടാവും, അങ്ങനെ ഒരാളുണ്ടാവും, ഇങ്ങനെ ഒരാളുണ്ടാവും, സർവണ്ട സീറ്റിൽ മത്സരിക്കാൻ. അതല്ല, ജാനു ആദിവാസി രാഷ്ട്രീയം മുമ്പോട്ട് വെച്ച് പ്രവർത്തിച്ച ഒരാളാണ്. NDAയിലേക്ക് ജാനു പോയതിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. കാരണം എന്ന് വെച്ചാൽ വേറെ നിവൃത്തിയില്ല. 2 വശത്തു നിന്ന് അവർക്ക് ആക്രമണം വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഓടിച്ചതാണ്. ഈ കണ്ണൂർ പല ആളുകളും മറ്റേ BJP ആയത് മാർക്സിസ്റ്റുകാരുടെ അടികൊള്ളാതിരിക്കാൻ RSS ആയവരുണ്ടാവും, തിരിച്ചുണ്ടാവും. അപ്പോൾ അവർക്ക് കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. നേരെ മറിച്ച് ഇപ്പോൾ ജാനു ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. ജാനു തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നിലപാടെടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് വന്നിട്ടില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുക്കും. അതുകൊണ്ടാണല്ലോ UDFിൽ വന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ മുഖ്യധാരാ മുന്നണിയെ LDFിലോ UDFിലോ ഒരു ആദിവാസി വനിത, ദളിത് വനിത നേതാവായ ഒരു പാർട്ടി വരും. അത് ചെറിയ ഘടകമല്ല. കാരണം നമ്മൾ നവോത്ഥാനം, ഇടതുപക്ഷം, പുരോഗമനം, ഭൂപരിഷ്കരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിലെ ആദിവാസികളുടെ സ്ഥിതി എന്താ? ഇന്നും അവര് മറ്റേ ചികിത്സ കിട്ടാതെ മരിക്കുന്നു, പട്ടിണികൾ, ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നു, ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നു, തല്ല് കിട്ടുന്നു, ആദിവാസി മധു തല്ല്. ഇന്നലെ ഒരു ആദിവാസിയുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇപ്പോഴും അവർ കേരളത്തിൽ ഈ മുഖ്യധാര എന്ന് പറയുന്ന സാധനത്തിന് പുറത്തല്ലേ അവർ. കേരളത്തിലെ മുഖ്യധാരയുടെ എന്ത് ഗുണം അവർക്ക് കിട്ടിയിട്ടില്ലേ? ഇവിടുത്തെ വ്യാപാരത്തിൽ, വ്യവസായത്തിൽ, അല്ലെങ്കിൽ എന്തിലെങ്കിലും അവരുണ്ടോ? ആദിവാസി ഇല്ല. ഒരു കവിയെ നമ്മൾ വല്ലപ്പോഴും ഒരു കവിതയിലുണ്ട് മാത്രമല്ല IASലൊക്കെ പതുക്കെ വന്നു. അതുപോലും ഞാൻ പറയാം, യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുഖ്യധാര ആദിവാസി എന്നല്ല, മലയരയ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാ. കാരണം അവർ ക്രിസ്ത്യൻ കുറച്ച് ഈ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കുറച്ച് വിഭാഗം ആദിവാസികളുടെ ഇടയ്ക്ക് CSI അതുപോലെയുള്ള സംഘടനകൾ നടത്തിയ ഒരു പ്രവർത്തനം. എങ്കിൽ പോലും ഒരു ആദിവാസി നയിക്കുന്ന ഒരു പാർട്ടി, രാഷ്ട്രീയ പക്ഷി, അത് ചെറിയ കാര്യമല്ല. ദളിത് നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും മുന്നണിയിലുണ്ട്? ആകെ ഉണ്ടായിരുന്ന ഒരു BSP ആണ്. അത് പിന്നെ ഒരു മുന്നണിയിലും വന്നിട്ടില്ല. ഒരൊറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ മത്സരിക്കും പോകും. അത് ശരിയുള്ള BSP ആണോ എന്ന് നമുക്കറിയില്ല. ഇപ്പം ഞാനൊരു വളരെ കൃത്യമായൊരു കാര്യം പറയാം. കേരളത്തിൽ അടുത്തൊരു 50 വർഷത്തിനകത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മളുണ്ടായില്ലെങ്കിലും ചരിത്രം എഴുതി വെക്കട്ടെ, ഒരു സ്ത്രീ, ഒരു ദളിത് സ്ത്രീ കേരളത്തിൽ മുഖ്യമന്ത്രിയാവുന്ന ആലോചിക്കാൻ പറ്റും? ഇല്ല. നോക്കുമ്പോൾ 2 മുന്നണിയിലും വരണ്ടേ? ഒരു മുന്നണിയിലും ഇല്ല, 2 മുന്നണിയിലും 3 മുന്നണിയിലും ഇല്ല, ഒരു മുന്നണിയിലും ഇല്ല. അതെന്താ കാരണം? 15% ദളിത് ആദിവാസികൾ, അവരിൽ നിന്നൊരു മുഖ്യമന്ത്രി നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. നേരെ മറിച്ച് 1/4% നമ്പൂരി പോലും മുഖ്യമന്ത്രിയായില്ല. ബ്രാഹ്മണർ പോലും 1/4% ഒരു മുഖ്യമന്ത്രി. നമ്മുടെ റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് റെപ്രസെൻറ്റേഷൻ്റെ കാലമാണ്. റെപ്രസെൻറ്റേഷൻ വളരെ കൃത്യമായും അവർക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരൊരാളെ കൂട്ടുകയല്ല, അവരിന് ആശയം പറയാൻ. ഇപ്പോൾ കുറച്ച് ദിവസമാണെങ്കിൽ ഒരു മുസ്ലിം പോലും മുഖ്യമന്ത്രിയായി. ഞാൻ പറഞ്ഞ ഇത് മറ്റേ നമുക്ക് ഓർമ്മയുണ്ട്, ആദിവാസിയുടെ 75 നിയമം, അതാണല്ലോ തുടക്കം. ആദിവാസി കയ്യേറ്റം ചെയ്യപ്പെട്ട ഭൂമിയൊക്കെ ആദിവാസിക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കുന്നു, സെൻട്രൽ നിയമം. ആ നിയമം കേരളത്തിൽ നടപ്പാക്കുന്നില്ല. അവസാനം നായനാരുടെ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ഒരു കൗണ്ടർ നിയമം ഉണ്ടാക്കുന്നു. ഏത്? ആദിവാസിയുടെ നഷ്ടപ്പെട്ട ഭൂമി കൊടുക്കാൻ പറ്റില്ല, അത് ചോരപ്പുഴ ഒഴുകും, അതുകൊണ്ട് പകരം ഭൂമി കൊടുക്കാമെന്നൊരു നിയമം ഉണ്ടാക്കും. 139 അംഗങ്ങൾ ആ നിയമത്തിന് അനുകൂലിച്ചു, ഒരംഗം എതിർത്തു, സഹോ KR ഗൗരിയമ്മ. ഞാൻ ഗൗരിയമ്മയായിട്ട് സംസാരിച്ച കാര്യം, ഗൗരിയമ്മ പറഞ്ഞു അത് അനീതിയാണത്.
അനീതിയാണ്. കാരണം അവരുടെ ഭൂമിയുടെ അവകാശം അവർക്കില്ല. ഇപ്പോൾ അവരുടെ പേരിൽ ഭൂമി ഉണ്ടാവും. നിങ്ങൾ അട്ടപ്പാടി പോയി നോക്കണം. അവരുടെ പേരിലുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചിട്ട് നിൽക്കാൻ വയ്യ. അവിടെയാണ് കാറ്റാടി യന്ത്രം വെച്ചത്. അവസാനം അന്ന് മന്ത്രിയായിരുന്ന ബാലൻ പറഞ്ഞ് അവർക്ക് അതിൻ്റെ വാടകയെങ്കിലും കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞത് അല്ലാണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ലേ? അട്ടപ്പാടിയിലെ ഭൂമിയിൽ ആ ഭൂമിയിലൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രശ്നം എന്താ? ഇവിടുത്തെ സാമ്പത്തിക അധികാരത്തിൽ, രാഷ്ട്രീയ അധികാരത്തിൽ, സാമൂഹ്യ അധികാരത്തിൽ, സാംസ്കാരിക അധികാരത്തിൽ എങ്ങും പങ്കില്ലാത്ത, പ്രാന്തവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു ലീഡർ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുന്നു. അത് ചെറിയ കാര്യമല്ല. അല്ല, നേരത്തെ ഇതിനകത്ത് ഈ ഗീതാനന്ദനും ജാനുവും ചേർന്നായിരുന്നല്ലോ ഈ ആദിവാസി ക്ഷേമസഭയൊക്കെ രൂപീകരിച്ചത്. പക്ഷെ പിന്നീട് അവർ തമ്മിൽ പോലും ശരിയായ രീതിയിൽ പോകാത്തതുകൊണ്ടായിരിക്കില്ലേ ജാനു പാർട്ടി വിട്ടുപോവുകയും ചെയ്തത്. അപ്പോൾ അവർക്ക് ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഈ ആദിവാസി സമൂഹത്തിന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല എന്നല്ലേ അത് തെളിയിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെ പിളരാതിരുന്നുള്ളത്? എല്ലാ രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിട്ടില്ലേ? കോൺഗ്രസ് എത്ര പ്രാവശ്യം പിളർന്നുണ്ട്? കേരള കോൺഗ്രസ് രാവിലെയും വൈകുന്നേരം പിളരും. ഞാൻ പറഞ്ഞ പിളരുന്നത് കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ലീഡറെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഞാൻ കാണുന്നത് ജാനു നാളെ നിയമസഭയിൽ വന്നാൽ ജാനു ഉന്നയിക്കാൻ പോകുന്ന പ്രശ്നം ആദിവാസികളുടെ ഭൂമി തന്നെയാണ്. ആദിവാസികൾക്കെതിരെയുള്ള കേസാണ്. ആദിവാസികളെ ഇപ്പോഴും ഇവിടുത്തെ ആളുകൾ മർദ്ദിക്കുന്നത് സംബന്ധിച്ച വിഷയങ്ങളാണ്. മധുവിൻ്റെ പോലെയുള്ള ഒരു വിഷയമാണ്. 4 പ്രോസിക്യൂട്ടർമാർ മാറി മധുവിൻ്റെ കേസിൽ. ഞാനതിൽ ഇടപെട്ട ആളാണ്. എന്താ പറയുന്നത്? 4 പ്രോസിക്യൂട്ടർമാർ വിട്ടുപോയി. 5ാമത്തെ ആളാണ് ഇപ്പോൾ ചെയ്യണത്. അത് നമ്മൾ തന്നെ വളരെ സാമൂഹ്യമായി ഇടപെട്ട് വലിയ സംഘർഷം ഉണ്ടാക്കി, സർക്കാരിന് മേൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് പകൽവെട്ടത്തിൽ എറിഞ്ഞു കൊന്നാണല്ലോ ഒരു മനുഷ്യനെ ഭീകരമായിട്ടല്ലേ. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി അതുപോലും കേരളീയ സമൂഹം വേണ്ട രീതിയിൽ എടുത്തില്ല. ഒരു സഹതാപ തരംഗം എടുക്കുന്നത് വേറെ വിഷയമാണ്. സഹതാപ തരംഗമല്ല വേണ്ടത്, അവരുടെ റെപ്രസെൻറ്റേഷനാണ്. ആ റെപ്രസെൻറ്റേഷൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ജാനുവിന് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരേണ്ടി വന്നത്. ആ വരവ് ജാനു എത്ര വോട്ട് പിടിക്കുന്നു, ജാനുവിന് എങ്ങനെ കൂടുതൽ കിട്ടുന്നോ കുറവ് കിട്ടുന്നോ, അതുകൊണ്ട് UDF എന്തുണ്ടാകുന്നൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷേ ജാനു UDF കക്ഷി നേതാക്കളുടെ കൂട്ടത്തിൽ ജാനു ഉണ്ട്. അതൊരു മെസ്സേജാണ്. UDF കക്ഷി ഇപ്പൊ രമ അസോസിയേറ്റ് മെമ്പറാണ്, ഇതുപോലൊരു അസോസിയേറ്റ് മെമ്പറാണ്. രമയുടെ സ്ഥാനം ജാനുവിന് വരികയല്ലേ? KK രമയുടെ സ്ഥാനം ജാനുവിന് വരികയാണ്. രമ ഉന്നയിക്കുന്നത് വേറൊരു വിഷയമാണ്, ബാലൻസ് ഇൻ പൊളിറ്റിക്സ് എന്നുള്ളത്. ഇത് വേറൊരു വിഷയമാണ്. കേരളത്തിന്റെ മുഖ്യധാരയിൽ ഇന്ന് വരെ ചർച്ച ചെയ്യപ്പെടാത്തപ്പോൾ OR കേളു ജയലക്ഷ്മി ഉണ്ടായിരുന്ന കാലത്ത് എന്തെങ്കിലും ആദിവാസി വിഷയം നമ്മുടെ അസംബ്ലി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല ഗ്രാൻഡ് കൊടുക്കലോ, ഹോസ്റ്റൽ സ്ഥാപിക്കലോ, അവിടെ പോയി ചെയ്യലോ, ഞങ്ങൾക്ക് വീട് കൊടുക്കലോ നോക്കിയില്ലേ? അതൊന്നും അല്ലല്ലോ ആദിവാസി വിഷയം. ആദിവാസിക്ക് കോൺക്രീറ്റ് വീട്ടിലേക്ക് ആദിവാസിയായ മന്ത്രി തന്നെ വേണമെന്നില്ല, ഇല്ല, ആർക്കും ചെയ്യാവുന്ന. അല്ല, അതിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ ദളിത് നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ദളിതർക്ക് ഭൂമി കൊടുത്ത ഒരു മുഖ്യമന്ത്രി കരുണാകരനാന്ന് പറയും. 5 ഏക്കർ വെച്ച് എവിടെയും കണ്ട ഒരു സ്ഥലത്ത് കുറേ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തിട്ടുണ്ട്. ശരി. കോട്ടയോ ഒരു തലം ഉണ്ട്. അതൊരു സന്മനസ്സാണ്. ഞാനത് കരുണാകരന് 100% എല്ലാ കാലത്തും എതിർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് സന്മനസ്സാണ്. ഇപ്പോൾ ഹരിജന സേവനം, മറ്റേ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതൊക്കെ വേറെ സംഗതിയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ എംപവർമെന്റ് എന്ന് പറയുന്നത് വേറെയാണ്. എംപവർമെന്റ് സൗജന്യം കൊടുക്കലല്ല. നിങ്ങൾക്ക് മാസം തോറും 10,000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എൻ്റെ കീഴിലായി എന്നാണ്, അല്ലേ? എനിക്ക് ആവശ്യമില്ല, ഞാൻ നിർത്തുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പെൻഷനെ കുറിച്ചൊക്കെ, പെൻഷനൊന്നും അവകാശമല്ല എന്ന് സർക്കാർ പറഞ്ഞല്ലോ കോടതി. അതല്ല, നേടിയെടുക്കാൻ പഠിപ്പിക്കലാണ് എംപവർമെന്റ്. അവർ ലീഡർഷിപ്പ് വരുന്നു, അവർക്ക് അവരുടെ ശബ്ദം വരുന്നു, റെപ്രസെൻറ്റേഷൻ വരുന്നു. അത് കേരളത്തിൽ വലിയൊരു മാറ്റമാണ്. UDF അത് ചെയ്തു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഞാൻ വിചാരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പോലെയുള്ള ആളുകളുടെ അവർക്ക് ഈ സമീപനമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ ആദിവാസി മേഖലകളിൽ മുഴുവൻ BJP കടന്നു കയറുക. ആ സമയത്താണ് കേരളത്തിലുള്ള ഏറ്റവും പ്രമുഖ ആദിവാസി നേതാവ് നേരത്തെ UDFിലേക്ക് വരുന്നത്. NDA വിട്ടല്ലോ, LDF പോയാലും UDF പോയാലും NDA വിട്ടല്ലോ. ആ ഒരു കാര്യം വളരെ പ്രധാനമാണ്. അത് UDF കാണിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ്. നാളെ രമയുടെ ഒപ്പം ആ ഒരു രാഷ്ട്രീയ ദർശനം കോൺഗ്രസിന് ഉണ്ട് എന്നാണോ CR പറയുന്നത്? രാഷ്ട്രീയ ദർശനം കോൺഗ്രസിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ രാഹുൽ ഗാന്ധിയുമായൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു അനുഭവം വെച്ച് പറയുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെയുണ്ട് കാഴ്ചപ്പാട്, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദളിത് ആദിവാസി മേഖലകളിൽ രാഹുലിൻ്റെ ഇടപെടലുകൾ പലതും അതിന് സഹായിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൂടി ആവാം ഇതിൻ്റെ കാരണം ജാനുവിൻ്റെ വരവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിൽ, അല്ലെ, UDFന്റെ ഇമേജിന് വലിയ തോതിൽ തിളക്കം കൂട്ടുന്ന ഒരു വരവാണ് ജാനുവിന്റെ വരവ് എന്നാണ് സാമൂഹ്യമായി തീർച്ചയായിട്ടും
അത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണെങ്കിൽ ആദിവാസികൾക്കും ഗുണം ചെയ്യുന്നതാണ്, ജാനുവിന് രാഷ്ട്രീയമായിട്ടും ഗുണം ചെയ്യുന്നതാണ്, UDFനും ഗുണം ചെയ്യുന്നതാണ്. നമുക്കതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ കാത്തിരിക്കുക, ഏതാനും മാസങ്ങൾക്കുള്ളിൽ അറിയുകയും ചെയ്യാം.